വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരള കർഷക യൂണിയൻ പ്രതിഷേധിച്ചു. കോതമംഗലം KSEB ഓഫീസിനു മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ മുൻ മന്ത്രി TU കുരുവിള ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. അമിതമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് കേരള കർഷക യൂണിയൻ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി TU കുരുവിള ധർണ ഉദ്ഘാടനം ചെയ്തു. അവരുടെ പ്രവർത്തന ശൈലികളെ പറ്റി നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ഈ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കപ്പെട്ടോ അതൊരു ശാപമായി മാറിയിരിക്കുകയാണ്. പിന്നെ എന്താണ് പത്രത്തിൽ കാണുന്നത്, എന്താണ് പ്രവർത്തനത്തിൽ കാണുന്നത്? എവിടെ നോക്കിയാലും മരണം, എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ സന്ദർഭം കേരള കോൺഗ്രസ് രൂപം കൊണ്ടത് തന്നെ കഷ്ടപ്പെട്ട കർഷകരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനാണ്. അതുപോലെ തന്നെ കുടിയേറ്റ പ്രദേശത്തെ ആളുകളെ കുഴിയെടുപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയപ്പോൾ അതിനെ R ശങ്കറിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ്റിൽ നിന്നും നമ്മുടെ ആരാധനായ സ്ഥാപകനായ ജോർജ് സാറ് ഇതെടുത്ത് കേരള കോൺഗ്രസ് രൂപം കൊടുത്തു. കേരള കോൺഗ്രസ് നിലകൊള്ളുന്നത് മറ്റുള്ളവരുടെ ജീവൻ്റെ രക്ഷയ്ക്കും സുരക്ഷിതമായ ജീവിതം നയിക്കും. ഇന്ന് കേരളത്തിൽ ആർക്കും സുരക്ഷിതമായ ഒരിതില്ല. ഇന്ന് കാണുന്നവൻ നാളെ ഇല്ല. എന്താണ് പാർട്ടിയുടെ എവിടെയെല്ലാം നീച്ച പ്രവർത്തനങ്ങളാണ്. എന്താണ് ഇപ്പം കേരളത്തിൽ നടക്കുന്നത് നാം കാണുമ്പോൾ സങ്കടം വരും. പത്രം നോക്കുമ്പോൾ രാവിലെ പത്രം നോക്കുമ്പോൾ കാണുന്നത് ഒന്നുപോലെ അവിടെ മരണം, ഇവിടെ മരണം, അവിടെ അപകടം, ഇവിടെ അപകടം. ഇത് ഇന്നുവരെ കാണാത്ത സംഭവങ്ങളാണ്. മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഇന്ന് ഒരു രീതിയിലും ജീവിക്കുവാൻ പറ്റാത്ത കോട്ടപ്പടി തൊട്ട് നേര്യമംഗലം തൊട്ട് വരെ ഉള്ളതായ ഏരിയകളിൽ എപ്പോൾ രാത്രിയോ പകലോ നടക്കാൻ പാടില്ലാത്ത രീതിയിൽ കഴിഞ്ഞ ദിവസം 4 വനിതകളെ വിറകെടുക്കാൻ പോയവരുടെ അനുഭവം നമ്മൾ കണ്ടു. ആയിരക്കണക്കിന് കോടി രൂപ വിവിധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൈദ്യുതി തുക കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് പിരിച്ചെടുക്കാതെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മേൽ ഭാരം കെട്ടിവെക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു. കർഷക യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു വെട്ടിക്കുഴ അധ്യക്ഷത വഹിച്ചു. പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് AT പൗലോസ്, സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോമി തെക്കേക്കര, റോയിസ് കറിയ, CK സത്യൻ, ജോർജ് അമ്പാട്ട്, റാണിക്കുട്ടി ജോർജ്, ജോജീസ് കറിയ, നേതാക്കളായ ജോണി പുളിന്തടം, സജി തെക്കേക്കര, ജോസ് തുടുമേൽ, ജോസ് കവളമാക്കൽ, VP എൽദോസ്, AT ഷാജി, ബിനോയ് ജോസ്, മാമൻസ് കറിയ, AV ജോണി, ജോം വെട്ടിക്കുഴ, ജോസി പോൾ, ജോസ് കൈതക്കൽ, PD ബേബി, റെജി പുല്ലുവഴിച്ചാൽ, ലിസി പോൾ, ടീന മാത്യു, VO മാത്യൂസ്, MP ചന്ദ്രൻ, PV ഗോപാലൻ, ബെന്നി കോട്ടക്കൽ, ജോർജ് മങ്ങാട്ട്, B കേശവദാസ്, രാജു പോൾ, എബ്രഹാം ജോസഫ്, അഗസ്റ്റിൻ ചെറിയാൻ, NC യോഹന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.